എല്ലാവർക്കും ജാനീസ് ഫാൻറ്റസിയിലേക്ക് സ്വാഗതം. വീട്ടിൽ തന്നെ നമുക്ക് ഒരു അടിപൊളി ചിക്കൻ 65 എങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി 300 ഗ്രാം ചിക്കൻ, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 3 ടീസ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ തൈര്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കണം. ചിക്കനിൽ ശരിക്ക് പിടിക്കത്തക്ക രീതിയിൽ ഇത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായി പുരട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് 1 മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാനിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് അതനുസരിച്ച് എണ്ണ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇത് വറുത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ 65 എങ്ങനെ റെഡിയാക്കാം നോക്കാം. ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം 1 ടീസ്പൂൺ ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കുക. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഈ മസാലയിലേക്ക് നമുക്കിനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്യാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഒത്തിരി കുക്ക് ചെയ്യരുത്. ഒത്തിരി കുക്ക് ചെയ്താൽ ഇത് കരിഞ്ഞു പോകും. ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നല്ലപോലെ അതിനോടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം തീ ഓഫാക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അങ്ങനെ നമ്മുടെ ചിക്കൻ 65 റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം. നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.